ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂടാതെ തന്നെ നമുക്ക് ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതുമാണ്. ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് ചെറുപയർ നന്നായിട്ട് ഒരു 6 മണിക്കൂർ നേരമൊക്കെ ഒന്ന് കുതിർത്തി എടുത്തിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചെറുപയറാണ്. ഈ ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതാണിത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് സ്വല്പം പഞ്ചസാര, അതായത് ഒരു നുള്ള പഞ്ചസാര മതി, നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു 1/4 ടീസ്പൂൺ ആയിട്ട് കായപ്പൊടി എടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് തൈരാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ചെറുപയറൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ, അതിൽ 2 ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തൈരില്ലേ, 2 ടേബിൾ സ്പൂൺ തൈര് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ചെറുപയർ കുതിർത്തിയതാണ്. അതിലേക്ക് 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ചെറുപയർ അരച്ചെടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈര് ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കും. നമ്മൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുവാം, കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ കാണിക്കാതെ നിന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി ഞാൻ എടുത്തു വെക്കാൻ മറന്നതാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുത്തത്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഉപ്പ് അധികമായി പോകണ്ട, നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ചെറുപയർ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളിപ്പം വെജിറ്റബിൾസ് ചില മല്ലിയിലയും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തല്ലോ, അതിനുശേഷം സ്വല്പം കൂടി ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വല്പം ഒരു അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പക്കാരോട് ചേർത്ത് കൊടുത്തിട്ട് അതൊരു 1/4 ടീസ്പൂണിൽ താഴെ ആയിട്ട് മതിയിട്ട് ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഇനി അവിടെ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾ ഓയിലിലേക്ക് നമുക്ക് ഇതിൽ നിന്നും മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേക ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഉള്ളിൽ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ചെറുപയർ ആയാലും വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് ചെറുപയർ നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കാരണം പച്ചമുളകും മല്ലിയിലയും
അതുപോലെയുള്ള കായപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണ്. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് ഈ ചെറുപയറൊന്ന് നേരത്തെ കുതിർത്തി എടുത്താൽ മാത്രം മതി. ഇപ്പം ഇതാ വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പകാരം വേണം എന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കാരണം അതത്ര ഹെൽത്തി അല്ലല്ലോ. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഞാൻ സ്നാക്സൊക്കെ ചുട്ടെടുത്തത് ഒരു വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മല്ലിയിലയുടെയും ചെറുപയറിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പം ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ ഈ സ്നാക്സിന്. അപ്പം ചെറുപയർ വെച്ചിട്ട് ഈ സ്നാക്സ് തയ്യാറാക്കി നോക്കാം. ഇതുവരെ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.